Hello everyone, welcome to Eduport. എല്ലാവർക്കും മക്കളെ Eduport Plus Two Commerce and Humanities ചാനലിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് വന്ന് നിങ്ങളുടെ ഓണം എക്സാം അല്ലേ പടിവാതിൽക്കലെത്തി. ഓണം എക്സാം നിങ്ങൾക്കറിയാം ഹിസ്റ്ററിയിൽ നിന്ന് 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. സോ ഒരുപാട് തവണ നിങ്ങളുടെ ഓണം എക്സാമിന് 8 മാർക്ക് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ കണ്ടോ, അനലൈസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലേ, മൗര്യ ഭരണ സംവിധാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ത് ചെയ്യുക, വിശകലനം ചെയ്യുക. അപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് മക്കളെ എന്തുണ്ടാവും, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് തരും, ഹിൻറ്റുകൾ തരും അല്ലേ. എന്തൊക്കെയാണ് അവിടെ ഹിൻറ്റ് തന്നത്? ഒന്ന്, സോഴ്സസ്, മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന സോഴ്സസ്, ഉറവിടങ്ങൾ വ്യക്തമാക്കണം. മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വ്യക്തമാക്കണം. അതേപോലെ തന്നെ അവിടുത്തെ സൈനിക ഭരണത്തെക്കുറിച്ചിട്ടും മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന ചക്രവർത്തിയായിട്ടുള്ള അശോകന ധർമ്മത്തെക്കുറിച്ചിട്ടും എന്ത് ചെയ്യണം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം. ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, വീഡിയോ ഒന്ന് ലൈക്ക് കേട്ടോ. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ എന്ത് ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി എക്സാമിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകാശം നോക്കി നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. സോ അവർക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ലിങ്ക് ഒന്ന് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. യെസ്, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സോഴ്സസിനെ കുറിച്ച് ചെയ്തപ്പോൾ അവിടെ ആദ്യം നിങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് ആരെയാണ്, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതേപോലെ കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്ര, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുദ്രരാക്ഷസം എന്താണ്, വിശാഖദത്തനെ എഴുതിയിട്ടുള്ള മുദ്രരാക്ഷസം എന്ന നാടകം. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ട്. തീർന്നിട്ടില്ല, ബുദ്ധ ജൈന പുരാണിക് ലിറ്ററേച്ചറിലെ ബുദ്ധ ജൈന പുരാണിക ശാസ്ത്രങ്ങളും അല്ലെങ്കിൽ സാഹിത്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെ സ്കൾപ്ചേഴ്സ്, കോയിൻ, ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് അശോകാസ് എഡിക്സിൽ, അതായത് ശില്പങ്ങൾ, നാണയങ്ങൾ, കൊത്തുലിഖിതങ്ങൾ, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സോഴ്സസിൽ എഴുതുന്നത്. പിന്നെ മൗര്യൻ എംപയർ വാസ് ഫൗണ്ടഡ് ബൈ ആരാണ്, ചന്ദ്രഗുപ്ത മൗര്യൻ 321 BCE. മഗധയായിരുന്നു എന്ത് പ്രധാനപ്പെട്ട സ്ഥലം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള അശോകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അല്ലേ. അതായത് ഇന്ത്യ ഉപഭൂഖണ്ഡം മൊത്തമായിട്ട് ഒരാളുടെ കീഴിൽ വന്നത് ആരുടെ കാലഘട്ടത്തിലാണ്, മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ചാണക്യൻ ആരായിരുന്നു, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. സോ 5 പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രങ്ങൾ, രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു, തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്ര, പിന്നെ ഏതൊക്കെയാ, തോശാലി, തക്ഷശില, ഉജ്ജയിനി, സുവർണഗിരി. അപ്പോൾ 5 പേര് പഠിച്ചു വെക്കണം. ക്യാപിറ്റൽ ഏതായിരുന്നു, പാടലിപുത്രയായിരുന്നു. അത് മാത്രമല്ല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു, തോശാലി, തക്ഷശില, ഉജ്ജയിനി, സുവർണഗിരി. ഈ 5 പേര് എഴുതി വെച്ചാൽ അവിടെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ആഡപ്പ് ചെയ്യണം. പിന്നെ അവിടുത്തെ സൈനിക ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം രാജാവായിരുന്നത് മിലിറ്ററി, ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് എല്ലാത്തിൻ്റെയും തലവൻ ആരായിരുന്നു, രാജാവായിരുന്നു. ആൻഡ് കിങ്ങിന്, രാജാവിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു, മന്ത്രി പരിഷത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മന്ത്രിമാരുടെ ഒരു സംഘവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ്, വലിയ ഒരു ഉദ്യോഗസ്ഥ വൃന്ദവും ആർക്കുണ്ടായിരുന്നു, മൗര്യൻസിനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു എസ്പിനോജില്ല, ഒരു വലിയ മികച്ചൊരു ചാര സമ്പ്രദായം ആർക്കുണ്ടായിരുന്നു, മൗര്യന്മാർക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ എന്തുണ്ടായിരുന്നു, പ്രവിശ്യ ഭരണം, അതേപോലെ പ്രാദേശിക ഭരണം. പിന്നെ സാമ്രാജ്യത്തെ 4 ഭാഗങ്ങളായിട്ട് ആര് തരംതിരിച്ചിട്ടുണ്ട്, നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല നഗരങ്ങളുടെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നഗരങ്ങളുടെ ഭരണത്തിനായിട്ട് അതേപോലെ തന്നെ പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്രയുടെ ഭരണത്തിനായിട്ട് 6 കമ്മിറ്റികൾ, 5 അംഗങ്ങളുള്ള 6 കമ്മിറ്റികൾ, ഓരോ കമ്മിറ്റിയിലും 5 അംഗങ്ങളായിരുന്നു. മൊത്തം 30 അംഗങ്ങളുള്ള 6 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 6 കമ്മിറ്റിയുടെ ഡ്യൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇത് മാത്രം സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ട് എക്സാമിന് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ സമിതി എന്ത് ചെയ്യാണ്, പൊതു ശുചിത്വ നിലവാരം പരിശോധിച്ചു. 2ാം സമിതി വിദേശികളെ ശ്രദ്ധിച്ചു പോന്നു. 3ാം സമിതി എന്ത് ചെയ്തു, ജനന മരണ നിരക്ക് രേഖപ്പെടുത്തി. 4ാം സമിതി എന്താണ്, റെഗുലേഷൻ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ആണ്. 5th കമ്മിറ്റി എന്താ ചെയ്തത്, ഇൻസ്പെക്ടർ മാനുഫാക്ചർ ഗുഡ്സ്. ആൻഡ് 6th കമ്മിറ്റി എന്താ ചെയ്തത്, ദേ കളക്ടഡ് ദ ടാക്സ്, നികുതി പിരിച്ചു. അപ്പോൾ ഇതും പഠിച്ചു വെക്കണം, എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. ഇനി എന്ത് ചെയ്യാണ്, ഈ നിങ്ങളോട് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, അതായത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു കാര്യമാണ്, എന്ത്, മെഗസ്തനീസ് പറയുന്നുണ്ട്, എന്ത്, മൗര്യ സാമ്രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കമ്മിറ്റിയെ കുറിച്ചിട്ടുള്ള, എന്തിനു വേണ്ടിയിട്ട്, പട്ടാളത്തെ നോക്കാനായിട്ടല്ലേ. അപ്പോൾ അതിലെന്താണ്, 6 ഉപസമിതികളുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ സമിതി എന്താ ചെയ്തത്, നാവികസേനയുടെ പ്രവർത്തനം നോക്കി. അപ്പോൾ നിങ്ങളോട് മൗര്യ സാമ്രാജ്യത്തിൻ്റെ പട്ടാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ മിലിറ്ററിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഈ പോയിന്റ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദ സെക്കൻഡ് മാനേജ് ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊവിഷൻസ്. 2ാം സമിതി എന്താ ചെയ്തത്, അവിടേക്കുള്ള ഭക്ഷണ സാമഗ്രികളുടെയും മേൽനോട്ടം വഹിച്ചു. 3ാം സമിതി എന്ത് ചെയ്തു, കാലാൾ പടയുടെ ചുമതല വഹിച്ചു. 4ാം സമിതി എന്ത് ചെയ്തു, അശ്വസേനയെ പിന്നെ നിയന്ത്രിച്ചു. 5ാം സമിതി പിന്നെ എന്ത് ചെയ്യണം, തേരുകളുടെ ചുമതല. 6th വൺ എന്താ, എലഫന്റ് ജുഡീഷ്യറി, ആനകൾ എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ മൗര്യ
സൈന്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇതിൽ എന്തും കൂടി ആഡ് ചെയ്യണം, ദ കിങ് വാസ് ദി സുപ്രീം അതോറിറ്റി അല്ലേ, എല്ലാത്തിൻ്റെയും തലവൻ ആരായിരുന്നു? രാജാവായിരുന്നു. ഇതിന് അദ്ദേഹത്തിന് പിന്നെ മൊത്തം കൈകാര്യം ചെയ്യും സിവിൽ കോടതികളും ക്രിമിനൽ കോടതികളൊക്കെ അന്ന് അവിടെ നിലവിലുണ്ടായിരുന്നു. അത് മാത്രമല്ല എന്താണ് ഇൻകം അല്ലെ, ധാരാളമായിട്ട് നികുതി അവർ പിരിച്ചിട്ടുണ്ട്. നികുതി തന്നെയായിരുന്നു അവിടെ പ്രധാന വരുമാന മാർഗ്ഗം. പിന്നെ ഖനനം ചെയ്യുകയും കയറ്റുമതിക്ക് ഇറക്കുമതിക്ക് ഒരു സ്പെഷ്യലായിട്ട് നികുതി പിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അവസാനം ചോദിച്ചത് അശോകന് ധർമ്മമാണ് അല്ലേ. അപ്പം അശോക ആരായിരുന്നു? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അശോക മൗര്യ ചക്രവർത്തി ഏറ്റവും മഹാനും പ്രശസ്തനുമായുള്ള രാജാവായിരുന്നു അശോകൻ. അശോകന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നത് വാർ അറ്റ് കലിംഗ, കലിംഗ വാർ അല്ലേ. സോ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആളുകൾ മരിച്ചത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനം മാറുകയും അശോകൻ എന്ത് സ്വീകരിക്കുകയും ചെയ്തു? ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം അശോകൻ എന്ത് ചെയ്യാണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോളിസി കൊണ്ടുവന്നു. സോ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് കേട്ടോ. സോ അശോകാസ് മെസ്സേജ് സബ്ജക്ട്സ് ഓഫ് ഒഫീഷ്യൽസ് ആർ ഇൻസ്ക്രിപ്റ്റഡ് റോക്സ് ആൻഡ് പില്ലേഴ്സിൽ. അതായത് അശോകന്റെ ആശയങ്ങൾ എന്ത് ചെയ്യാണ്? മൗര്യ സാമ്രാജ്യത്തിലുള്ള എല്ലാ പാറകളിലും കല്ലുകളിലൊക്കെ കൊത്തിവെച്ചിട്ട് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് എന്താണ്? റെസ്പെക്ട് എൽഡേഴ്സിൽ, അതായത് മുതിർന്നവരെ, മാതാപിതാക്കളെയും അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ അനുസരിക്കുകയും ചെയ്യണം. ജനറോസിറ്റി ടുവേർഡ്സ് ഓൾ സെക്ഷൻ, എല്ലാവരോടും എന്ത് ചെയ്യുക? ദയാപൂർവ്വം പെരുമാറുക. കൈൻഡ്നെസ് ടു സ്ലേവ്സ് ആൻഡ് സെർവൻസ്, അടിമകളോടും പരിചാരകരോടും ദയാപൂർവ്വം പെരുമാറുക. മറ്റു മതങ്ങളെയും പാരമ്പര്യവും എന്ത് ചെയ്യുക? ആദരിക്കുക. ജീവനുള്ളൊന്നിനെയും കൊല്ലുകയും മുറിവേൽപ്പിക്കുകയോ ചെയ്യരുത്. സത്യസന്ധത കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ പെടുന്നത്? അശോക ധർമ്മം. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയും സ്ലൈഡിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഓണം എക്സാമിന് ചോദിക്കുകയാണ്. കാരണം ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഓണം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. സോ മക്കളെ നന്നായിട്ട് എന്ത് ചെയ്യുക? സെറ്റായിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്യുക. അത് മാത്രം ചെയ്താൽ പോരാ. ഞാനിവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, അതായത് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വൺ വേർഡുകൾ ഞാനിവിടെ തരുന്നുണ്ട്. രണ്ടിൻ്റെയും ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ എന്താണ്? ഈ ചാപ്റ്ററിലുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഹോംവർക്ക് നമ്പർ 1. അതേപോലെ ഇതാണ് എന്ത്? ഹോംവർക്ക് നമ്പർ 2. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ പോരാ? കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ പോരാ. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്യണം. എന്താണ് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എഡ്യൂപോർട്ടിനോട് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ടെൻഷൻസ്, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയുണ്ടോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് ആയിട്ട് സെറ്റ് ആക്കുന്നതായിരിക്കും. സോ മക്കളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും ബായ്. നന്നായിട്ട് പഠിക്കട്ടോ. ബായ്. ഓൾ ദ ബെസ്റ്റ്.